തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുളം നിർമ്മിച്ച് തൊഴിലാളികൾ. കാസർഗോഡ് ബേഡെടുക്കയിലെ വനിതാ തൊഴിലാളികളാണ് അതിവേഗം കുളം നിർമ്മാണം പൂർത്തിയാക്കിയത്. ബേഡെടുക്ക പഞ്ചായത്തിലെ മുള്ളങ്കോട്ടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. നാളുകൾ നീണ്ട അധ്വാനത്തിൽ കുഴിച്ച കുളത്തിൽ തെളിനീരുറവ കണ്ടെത്തി. പത്തംഗ വനിതാ സംഘം കഴിഞ്ഞ വേനലിലാണ് മുള്ളങ്കോട് പാറക്കടവിലെ ഈ സുധാകരന്റെ വീട്ടുമുറ്റത്ത് കുളം നിർമ്മാണം ആരംഭിച്ചത്. 2 ഘട്ടമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 8 മീറ്റർ ആഴമുള്ള കിണറിൽ ബുധനാഴ്ച അവസാനഘട്ട മിനുക്കുപണി പൂർത്തിയാക്കി. പരമ്പരാഗത കിണർ നിർമ്മാണ ജോലി ചെയ്യുന്ന ഗോപിയുടെ വിദഗ്ധ നിർദ്ദേശം തേടിയതൊഴിച്ചാൽ മണ്ണ് കിളച്ചതും പുറത്തേക്ക് നീക്കം ചെയ്തതുമെല്ലാം ഈ വനിതാ സംഘമാണ്. എല്ലായിടത്തും ഇപ്പോൾ ആണുങ്ങൾ കുഴിച്ചിട്ടാണ് കുളമെല്ലാം വെക്കുന്നത്. ഞങ്ങൾ കുളന്ന് ആദ്യം വിചാരിച്ചത് കുറച്ച് ആഴം ഉണ്ടാവുന്നു. ഇതിപ്പോൾ നല്ല ആഴമുണ്ട്. പിന്നെ എല്ലാവരും ധൈര്യത്തിൽ കീന്ന് നല്ല വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് വീട്ടുകാർക്കും ഒരു നല്ല ഉപകാരമായിട്ട് വന്നാൽ അവർ കുറേ ബോറെല്ലാം കുഴിച്ചിട്ട് വെള്ളം ഉണ്ടായിട്ടാ. അപ്പോൾ വെള്ളം കിട്ടാൻ കുറേ ബുദ്ധിമുട്ടിനി. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ കിട്ടുകയും ചെയ്തു. അതിൽ നമുക്ക് നല്ല അഭിമാനമുണ്ട്. വീട്ടുകാർ നല്ല സഹകരണം ഉണ്ടായിനി. കൂലി ഇപ്പം ഞങ്ങളെ അപേക്ഷിച്ച കുറവാണ്. 346 ഇല്ല, ഇപ്പോൾ 600 രൂപയും കൂടി കിട്ടണമെന്ന് നമ്മൾ പറയുന്നത്. പണിക്ക് നല്ല അധ്വാനമുണ്ട്. സാധാരണ 1000 രൂപയിലധികം കിണർ കുളം നിർമ്മാണ ജോലിക്ക് കൂലിയുണ്ടെങ്കിലും തൊഴിലുറപ്പ് കൂലിക്കാണ് ഇവർ നിർമ്മാണം പൂർത്തിയാക്കിയത്. 400-ലധികം തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചിരുന്നു. 300 തൊഴിൽ ദിനങ്ങൾ കൊണ്ട് പെൺകരത്തിൽ കുളം നിർമ്മാണം പൂർത്തിയാക്കി. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.